ബി.ജെ.പിയുടെ നേതാക്കളും മറ്റും ഇപ്പോൾ താഴെത്തട്ടിൽ ഇറങ്ങി സംഘടനാ പ്രവർത്തകരുമായി കാര്യങ്ങൾ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന വാർത്ത പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന മഹാരാഷ്ട്രയിൽ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകരെയും ചെറിയ നേതാക്കളുമായി അദ്ദേഹം സംസാരിച്ചു. ഈ വിവരം അമിത്ഷാ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പലരും നിരാശരാണ്, പലരും ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഈ പ്രതിപക്ഷ പാർട്ടികൾ സൃഷ്ടിച്ച ആശയക്കുഴപ്പമാണ് ഇപ്പോഴുള്ളത്. കഠിനാധ്വാനികളായ പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ നിരാശയുള്ളത്. അവരോട് തനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കേവലം 2 സീറ്റിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന ഒരു വലിയ പാർട്ടിയായി മാറിയത്. രാജീവ് ഗാന്ധി നിരന്തരം പരിഹസിച്ചിരുന്നൊരു പാർട്ടിയാണ്. അങ്ങനെ പരിഹാസങ്ങളും കല്ലേറുകളും ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയാണ് നമ്മളത്. പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയാണ് നമ്മളത്. അതുകൊണ്ട് തന്നെ നിരാശരാകരുത്, കൂടുതൽ ശക്തമായി പോരാടുകയും അതിൻ്റെ കരുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കൊടുക്കുകയും വേണം എന്ന് പറയുന്നത്. ഏതായാലും 2 ദിവസം അമിത്ഷാ മഹാരാഷ്ട്രയിൽ തങ്ങുന്നു. സാധാരണഗതിയിൽ അങ്ങനെ തങ്ങാറില്ല, ഇല്ലെങ്കിൽ പ്രവർത്തകരുമായി താഴെത്തട്ടുള്ള പ്രവർത്തകരുമായി അങ്ങനെ സമ്മേളനങ്ങളൊന്നും വെക്കാറില്ല. ഇത് അത്തരത്തിൽ നീങ്ങിക്കൊണ്ട് പ്രവർത്തകരുടെ കൂടി മനസ്സ് വായിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുൻപോട്ട് പോവുകയാണ് കേന്ദ്ര നേതൃത്വം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.